ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ വീഡിയോസ് ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ വീഡിയോ കുറച്ച് ലെന്ത് ആയതുകൊണ്ട് ഞാൻ ഓർത്തു ഫസ്റ്റ് ഫ്ലോറിൻ്റെത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആയിട്ടോ കാണിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അകത്തൂടല്ല നമ്മുടെ വീടിൻ്റെ സ്റ്റെയർ വരുന്നത്. നമ്മൾ വീടിന് പുറത്തൂടാണ് സ്റ്റെയർ കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് വീടിനകത്ത് കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ റെന്റ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കുറെ ആലോചിച്ചിട്ടാണ് നമ്മൾ പുറത്തൂടെ സ്റ്റെയർ കൊടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പം നമ്മുടെ വീടിന്റെ സ്റ്റെയർ പുറത്തൂടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൂടെയാണ് സ്റ്റെയർ പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ നമ്മൾ സ്റ്റെയർ കൊടുത്തേക്കുന്നത്. അങ്ങനെ നേരെ ചെന്ന് കയറുമ്പം നമുക്കവിടെ ഡോറുണ്ട്. നമ്മൾ ഫിംഗർ പ്രിൻ്റ് ലോക്കാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിലും വരുന്നത്. അപ്പം നമുക്കിവിടെ ഒരു ഹോള് പോലെ ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിവിങ് റൂം, ഡൈനിങ് റൂം എന്നുള്ള രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ലിവിങ് റൂം ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സൈഡിൽ TV വെക്കാനുള്ള സ്വിച്ചും ഓപ്ഷൻസും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലിവിങ് റൂം, ഡൈനിങ് റൂം തമ്മിലൊരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാർട്ടീഷനൊന്നുമില്ല, ഹോൾ പോലെയാണ് ഉള്ളത്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ നമുക്കുണ്ടായിരുന്ന ഒരു ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നു, അതിവിടെ കൊണ്ടുവച്ചു. അതിൻ്റെ സൈഡിലാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത്. ഈ ഫാൻ നമുക്ക് ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ഏരിയ. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അധികം ഇൻറ്റീരിയർ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കിച്ചൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ വാർഡ്രോബോ പാർട്ടീഷൻ വോളോ അങ്ങനെ വേറെ ഒന്നും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിട്ടില്ല. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. പക്ഷെ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കിച്ചൺ ചെയ്തപ്പം അത് ക്ലോസ്ഡ് കിച്ചണായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിച്ചൺ കാണാം. ഈ കിച്ചണിന്റെ ഇന്റീരിയർ വർക്കും അങ്ങനെ എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റോറേജ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ റൂം ഫുള്ള് ഡബിൾ ചാർജ്ഡ് ടൈലാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കിച്ചണിൽ ടൈല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് കിച്ചൺ ആണല്ലോ, അതുകൊണ്ട് പിന്നെ അവിടെ നമുക്കൊരു വുഡൻ കളറിൽ തന്നെ ടൈല് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു ടൈലുമായിട്ട് മാച്ച് ചെയ്തിട്ട് നമ്മൾ കബോർഡ്സ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടുന്ന് പുറത്തോട്ട് നമുക്കൊരു ബാൽക്കണി ഉണ്ട്. നമ്മൾ ഷിഫ്റ്റ് ചെയ്തപ്പം കൊച്ചിൻ്റെ ടോയ്സും അങ്ങനത്തെ കൊച്ചിൻ്റെ കുറച്ച് ഐറ്റംസ് നമ്മളിവിടെ വെച്ചേക്കുവാണ്. ഇനി അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഞാനിവിടെ വെച്ചിരിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോഴാണ് ഞാനത് ഓർത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തിരിക്കുന്ന കിച്ചൺ. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും 2 ബെഡ്റൂമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. നമ്മൾ ഈ ടൈൽ സെലക്ഷനും അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ വാർഡ്രോബ് ഒന്നും ഇന്റീരിയർ ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു അലമാരിയും പിന്നെ നമ്മുടെ ഒരു വർക്കിംഗ് ടേബിൾ ആണ് വെച്ചേക്കുന്നത്. അപ്പം ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. അവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും ബെഡ്റൂമും ആണ് വരുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന അയണിങ് ടേബിൾ എടുത്തിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ചു കേട്ടോ. ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്ലൈവുഡ് വെച്ചിട്ടാണ് നമ്മളൊരു അയൺ ടേബിൾ വെച്ചേക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അയണിങ് ടേബിൾ താഴെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാഞ്ഞുകൊണ്ട് നമ്മൾ ഫ്ലോറിൽ കൊണ്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മുടെ കിച്ചൺ, 2 ബെഡ്റൂം. ഇനിയിപ്പോൾ നമുക്ക് ബാൽക്കണിയിലോട്ട് പോകാം. നമ്മൾ സ്റ്റീൽ ഡോർ ആട്ടോ വെച്ചേക്കുന്നത്. നമ്മൾ മേളിലും താഴെയും ഒക്കെ സ്റ്റീൽ ഡോറാണ്, ഹവായുടെ സ്റ്റീൽ ഡോറാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ഡോർ വെക്കുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി. ശരിക്കും പാലുകാച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാട്ടോ ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ഞങ്ങളിത് റെൻറ്റിന് കൊടുക്കാനും വേണ്ടി തന്നെ ചെയ്തതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കൊച്ചിയിലാണ് ഇപ്പോൾ വീട് വെച്ചേക്കുന്നത്, ഇപ്പോൾ എറണാകുളത്താണ്. അപ്പം നമുക്കിവിടെ എന്തായാലും റെൻറ്റിനൊക്കെ ആൾക്കാരെ കിട്ടും. പിന്നെ നമ്മളിപ്പം കുറച്ച് ആൾക്കാരേ ഉള്ളൂ. വെറുതെ ഇപ്പം ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് കാര്യമില്ല, നമ്മളും എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ പൊക്കോളുമല്ലോ. എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കത് ആ പ്ലാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അകത്ത് ഞങ്ങൾക്ക് നല്ല സ്ഥലം ഉണ്ട്. ആ ഒരു സ്റ്റെയറിൻ്റെ അത്രയും സ്പേസ് വെറുതെ പോകുന്നില്ല. നമ്മളിപ്പോൾ എന്തായാലും സ്റ്റെയറിലൊന്നും ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്നും അങ്ങനെ അധികം കയറത്തില്ല. പിന്നെ വെറുതെ സ്ഥലം പോകും എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുറത്തൂടെ സ്റ്റെയർ ഉള്ളത് നമുക്കപ്പോൾ റൂമിൽ അത്രയും സ്ഥലം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എറണാകുളത്താണ്. നമുക്ക് എപ്പോഴെങ്കിലും റെൻറ്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാലും പ്രൈവസിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ കുറേ വീടുകൾ അകത്തൂടെ തന്നെ സ്റ്റെയർ കൊടുത്തിട്ട് പിന്നെ ഫ്യൂച്ചറിൽ റെൻറ്റിന് കൊടുക്കണം എന്ന് വരുമ്പം
അകത്ത് ജസ്റ്റ് ഷീറ്റ് അങ്ങനെ എന്തോ ഒരു ഷീറ്റ് ഇട്ടിട്ട് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും തമ്മിൽ അങ്ങ് സെപ്പറേറ്റ് ആക്കും. എന്നിട്ട് പുറത്തൂടെ മറ്റേ സ്റ്റീലിൻ്റെ സ്റ്റെയർ കേസ് കൊടുക്കും. അപ്പോൾ അത് പ്രൈവസി കുറവുള്ള പോലെ തോന്നി. കാരണം നമ്മൾ മേളിൽ സംസാരിക്കുന്ന താഴെ സംസാരിക്കുന്നതൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് അത്രയും സെപ്പറേറ്റഡ് മറ്റേ ഫ്ലാറ്റ് പോലെ സെപ്പറേറ്റഡ് പോലാണല്ലോ, അപ്പാർട്ട്മെൻറ്റ് പോലെ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് പ്രൈവസിക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്കിപ്പം താഴെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനും ഹസ്ബൻഡും കൊച്ചും പിന്നെ പേരൻസ് എങ്ങാനും വന്നാലും താഴത്തെ ഒരു ഫ്ലോറിൻ്റെ ആവശ്യം ഞങ്ങൾക്കുള്ളൂ. നമ്മൾ ആദ്യം വീട് വെക്കാം എന്നുള്ളൊരു പ്ലാൻ വന്നപ്പം നമ്മളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നില മതിയെന്നായിരുന്നു. അപ്പോൾ ഒരു 6-6.5 സെൻറ്റ് വസ്തു വാങ്ങിച്ചിട്ട് ഒരു നിലയ്ക്കുള്ള വീട് വെക്കാം, 3 ബെഡ്റൂം വരുന്ന രീതിയിൽ ഒരു നിലയ്ക്കുള്ള വീട് വെക്കാം. ഇപ്പം ഫസ്റ്റ് ഫ്ലോർ വെച്ച് കഴിഞ്ഞാലും സ്റ്റെയറൊക്കെ കയറിയിട്ട് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യാനൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ വെറുതെ നമ്മൾ ചുമ്മാ ചെയ്തിടണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു നില വീടായിരുന്നു എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ആഗ്രഹം. അങ്ങനെ നമ്മൾ കുറേ നോക്കി. നമ്മളിപ്പം 2 പേരും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇൻഫോ പാർക്കിന് അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ മെയിൻലി നോക്കിയത്. അപ്പോൾ 6 സെൻറ്റ് അങ്ങനെ നമുക്ക് കിട്ടിയില്ല. പിന്നെ ഇൻഫോ പാർക്കിനോട് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര റേറ്റ് ആണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നോക്കിയിട്ട് പിന്നെ അങ്ങനെയാണ് നമ്മളിവിടെ പ്ലോട്ട് കണ്ടത്. അപ്പോൾ 6 സെൻറ്റ് കിട്ടത്തില്ല. എന്നിട്ട് 5.5-5.25 അത്ര എന്തോ സെൻറ്റാണ്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ മാക്സിമം നോക്കി എങ്ങനെയെങ്കിലും അതിനകത്തൊരു 3 ബെഡ്റൂമോ ഒരു നിലയിലാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ പ്ലാൻ കുറേ വരപ്പിച്ചെന്നൊക്കെ നോക്കി, പല രീതിയിൽ വരപ്പിച്ച് നോക്കി. ഇപ്പം നമ്മൾ വരച്ചതൊന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയ പോലെ ഒരു ഫീലിംഗ് വരും. അങ്ങനെ പിന്നെ ലാസ്റ്റ് എന്തായാലും തീരുമാനിച്ചു, ഓക്കെ എന്തായാലും 2 നില വെക്കാം. പിന്നെയും 2 നില വെച്ചാലും അത് ക്ലീൻ ചെയ്യാനും അതൊക്കെ വെറുതെ അങ്ങനെ കിടക്കത്തല്ലേ ഉള്ളൂ. അപ്പം വെറുതെ അങ്ങനെ ഡിസ്കസ് ചെയ്താണ് ഓക്കെ നമ്മൾ സ്റ്റെയർ പുറത്തൂടെ കൊടുക്കാം, റെൻറ്റിന് വേണമെങ്കിൽ റെൻറ്റിന് കൊടുക്കാം, ആ ഒരു രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ മോഡിഫൈ ചെയ്താണ് നമുക്ക് ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തത്. നമ്മളിതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടോ ഈ പ്ലാനിൽ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വീടിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നല്ല സ്ഥലമുണ്ട്. പിന്നെ നമ്മൾക്കിപ്പം ഞാനിപ്പം ഞങ്ങളുടെ വീടിൻ്റെ പാലുകാഴ്ച കഴിഞ്ഞിട്ട് ആകെ കുറച്ച് പ്രാവശ്യം മാത്രമേ ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയിട്ടുള്ളൂ. കസിൻസൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ വന്ന സമയത്ത് അവരുടെ കൂടെ ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്നും കയറത്തേ ഇല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആവശ്യമില്ല. അപ്പം അത് പുറത്തൂടെ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇതുവരെയുള്ള വീടിൻ്റെ എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഇൻറ്റീരിയറിൻ്റെ ആണെങ്കിലും വീട് തുടങ്ങിയപ്പം മുതൽ കല്ലിടിയിലിൻ്റെ അന്നേരം മുതൽ അവസാനം പാലുകാച്ചി വരെ അങ്ങനെ ഫുൾ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് വീട് വെക്കുന്നതിൻ്റെ എന്തെങ്കിലും റിലേറ്റഡ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.